ആദിലയുടെയും നൂറയുടെയും പ്രൊവോക്ക് കാരണം ഇറങ്ങിപ്പോയിരിക്കുകയാണ് നമ്മുടെ നെവീൻ. ഇതിനുശേഷം ആദിലയും നൂറയും സംസാരിക്കുകയായിരുന്നു. നമ്മുടെ ശത്രുക്കളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു, സൂക്ഷിക്കണം നൂറ എന്ന്. നൂറ ആദിലയോട് പറഞ്ഞു, ഇന്നു തൊട്ട് എൻ്റെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുവാൻ പോവുകയാണ്. ഇത്രയും നാൾ ഞാൻ എല്ലാവരെയും ഒന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. ഇപ്പോൾ തൊട്ട് എൻ്റെ ഗെയിം സ്റ്റാർട്ടായിട്ടുണ്ട് എന്ന്. ആദില നൂറയോട് തിരിച്ചു പറഞ്ഞു, നമ്മുടെ ലക്ഷ്യമാണ് പ്രധാനം, അതിന് തിരഞ്ഞെടുക്കുന്ന വഴി നീ ശ്രദ്ധിക്കേണ്ട. ഡോണ്ട് കെയർ എനിത്തിങ് എന്നാണ് ആദില നൂറയോട് പറഞ്ഞത്. ഇത്രയും നാൾ എല്ലാവരും നൂറ ഒട്ടും ആക്റ്റീവ് അല്ല എന്നല്ലേ പറഞ്ഞത്. ഇനി നൂറ ആക്റ്റീവ് അല്ല എന്ന് ആരെങ്കിലും പറഞ്ഞു വരുന്നത് ഞാൻ കാണട്ടെ എന്നാണ് ആദില പറഞ്ഞിരിക്കുന്നത്. നെവീനെ ഞാൻ മുന്നേ ടാർഗറ്റ് ചെയ്തിരുന്നു എന്നാണ് നൂറ പറഞ്ഞിരിക്കുന്നത്. അവൻ നമ്മുടെ ബന്ധം പൊളിക്കുമെന്ന് പറഞ്ഞ അന്ന് തൊട്ട് തന്നെ ഞാൻ അവനെ ടാർഗറ്റ് ചെയ്തിരുന്നു എന്നാണ് നൂറ ആദിലയോട് പറഞ്ഞത്. നൂറ എപ്പോഴും നെവീനോട് പറയാറുണ്ടായിരുന്നു, നീ പോയതിനു ശേഷം മാത്രമേ ആദിലയും നൂറയും ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോവുകയുള്ളൂ എന്ന്. അത് അതുപോലെ തന്നെ നടന്നിരിക്കുന്നു. എത്രയെന്ന് വെച്ചിട്ട് ഇതുപോലെ കൈകെട്ടി നോക്കി നിൽക്കുവാൻ പറ്റുന്നത്? മിണ്ടാതിരിക്കുമ്പോൾ തലയിൽ കയറി നിറങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? ആദില നൂറയോട് പറഞ്ഞു, നീ ബിന്നിയെ ഒന്ന് സൂക്ഷിച്ചോ, അവൾ കുത്തിത്തിരിപ്പിൻ്റെ റാണിയാണ്, വല്ലാത്തൊരു വിഷം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബിന്നിയെ അടുപ്പിക്കാൻ നിൽക്കണ്ട എന്ന്. ഇവിടെയുള്ള മറ്റു മത്സരാർത്ഥികളെ എനിക്ക് ഒരു ഗെയിമറായിട്ട് തോന്നിയിട്ടില്ല എന്നാണ് നൂറ പറയുന്നത്. എനിക്ക് ഈ വീട്ടിൽ ആകെ ഒരു ഗെയിം കളിക്കുന്നതായിട്ട് തോന്നുന്നത് അനീഷിനെ മാത്രമാണ്. നമ്മുടെ ടാർഗറ്റ് അനീഷ് ആയിരിക്കണം എന്നാണ് ആദിലയും നൂറയും പറഞ്ഞിരിക്കുന്നത്.